ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ഞാനിങ്ങനെ ഈ ചാപ്റ്റർ മുഴുവൻ വെറുതെ ഇങ്ങനെ വായിച്ചു പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ ചാൻസുള്ള മേഖലകൾ മാത്രമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പരിചയപ്പെട്ടല്ലോ നമുക്ക് വരച്ച് നോക്കാം അങ്ങനത്തേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ചോദ്യം വരും, ആ ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് പഠിക്കാം ഈ ചാപ്റ്റർ. പിന്നെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങിയുണർന്നവളല്ലോ ഭൂമി, വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. ഇത് ഭൂമി സനാതയാണ് എന്ന കൃതിയിലെ വയലാർ രാമവർമ്മയുടെ വരികളാണ്. അപ്പോൾ ഈ വരികൾ സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി എന്നുള്ള വരികൾ ഏത് കൃതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി സനാതയാണ്. ആരുടെ വരികളാണ്? വയലാർ രാമവർമ്മ. ഓക്കെ, ഇനി അടുത്തത് ജീവൻ, പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിക്ക് ഗോളാകൃതിയല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താകൃതിയാണ്? ജിയോയിഡാണ്. ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്. ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയതായിട്ട് കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. അതിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കാനും സ്ഥാനനിർണ്ണയം നടത്തുന്നതിനാണ് ഗ്ലോബ് ഉപയോഗിക്കുന്നത്. ഗ്ലോബിലെ നെടുകെയും കുറുകെയുമുള്ള രേഖകൾ നമുക്കറിയാം. അതായത് നെടുകെ ഉള്ളതാണ് രേഖാംശ രേഖകൾ, കുറുകെ ഉള്ളതാണ് അക്ഷാംശ രേഖകൾ. നെടുകെയുള്ളത് രേഖാംശം, കുറുകെയുള്ളത് അക്ഷാംശം. നോക്കാം, അക്ഷാംശ രേഖകൾ നോക്കാം. അക്ഷാംശരേഖകൾ ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. ഇതാണ് ഭൂകേന്ദ്രം. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും, ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി അക്ഷാംശമാണ് ഭൂമധ്യരേഖ. അവിടെ നിന്ന് ഒരേ കോണീയ അളവിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രിയും ഇങ്ങോട്ട് 30 ഡിഗ്രിയും അങ്ങനെ വരയ്ക്കുന്ന രേഖകൾ ആണ് അക്ഷാംശ രേഖകൾ. അതായത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകൾ ഒരേ കോണീയ അളവിൽ. ഇവിടെ നിന്ന് 30 ഡിഗ്രി, ഇവിടെ നിന്ന് 60 ഡിഗ്രി, പിന്നെ ഇവിടെ നിന്ന് 90 ഡിഗ്രി. 30 വ്യത്യാസത്തിലാണ് പോകുന്നത്. 0 വീണ്ടും ഇങ്ങോട്ട് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അങ്ങനെ പോകുന്നുണ്ട്. ഒരേ കോണീയ അളവിൽ പോകുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വൃത്തങ്ങളാണ്. ഇതാണ് ഭൂമധ്യരേഖ. ഇതിന് സമാന്തരമായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അതിന് സമാന്തരം ഇത്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന വൃത്തങ്ങളാണ് അക്ഷാംശ രേഖകൾ. ഇനി 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അതിനാണ് ഏറ്റവും വലിപ്പം. ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശങ്ങൾ വരച്ചിരിക്കുന്ന അക്ഷാംശ വൃത്തങ്ങൾക്ക് ഒരേ വലിപ്പമാണോ? ഒരേ വലിപ്പമല്ല അക്ഷാംശ വൃത്തങ്ങൾക്ക്. അത് ധ്രുവങ്ങളിലേക്ക് പോകും തോറും ഈ അക്ഷാംശ രേഖകളുടെ വലിപ്പം കുറയുന്നുണ്ട്. ചെറുതായി വരുന്നു അല്ലേ, കുഞ്ഞിതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശരേഖകൾ ഭൂമധ്യരേഖയിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും ചെറുതാണ്, പിന്നെ കുറച്ച് വലുത് ഭൂമധ്യരേഖ, ഏറ്റവും വലുത് 0 ഡിഗ്രി അക്ഷാംശം എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് സങ്കല്പിക്കാം. ഇതാണ് 2 അർദ്ധഗോളങ്ങൾ. ഭൂമധ്യരേഖയിൽ നിന്നും മുറിച്ചിട്ട് 2 അർദ്ധഗോളങ്ങളാക്കിയിട്ട് സങ്കല്പിക്കുന്നു. ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്. അതൊക്കെ നമുക്കറിയാം. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളമാണ് ഉത്തരാർദ്ധഗോളം. വടക്ക് ഭാഗം, ഇതാണ് വടക്ക് ഭാഗം, നോർത്ത്. ഇതിനെയാണ് ഉത്തരാർദ്ധഗോളം എന്നറിയപ്പെടുന്നത്. ഇത് തെക്ക് ഭാഗത്തുള്ളത്
അപ്പോൾ ഇതിനെന്താ അറിയപ്പെടും? ദക്ഷിണാർദ്ധഗോളം. ഇതാണ് ദക്ഷിണാർദ്ധഗോളം. ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശവൃത്തം ഏറ്റവും വലിയ വൃത്താണെന്ന് പറഞ്ഞു. ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശവൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അക്ഷാംശവൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായിട്ട് കാണാം. ഇവിടെയാണ് 90 ഡിഗ്രി വടക്ക് എന്ന് പറയുന്നത്, ഇവിടെയാണ് 90 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത്. അതിൽ അവസാനിക്കുന്നുണ്ട്. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തിനെ ഉത്തര ധ്രുവം എന്നറിയപ്പെടുന്നു. ഉത്തര ധ്രുവം എന്ന് പറയുന്നത് വടക്കുള്ളത്. തെക്കുള്ളതിനെ ദക്ഷിണ ധ്രുവം. 90 ഡിഗ്രി തെക്കുള്ളതാണ് ദക്ഷിണ ധ്രുവം എന്നും നോർത്ത് പോളും സൗത്ത് പോളും വിളിക്കുന്നുണ്ട്. പിന്നെന്താ? ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ, ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അക്ഷാംശങ്ങളിനെ എന്തെന്നറിയപ്പെടും? ഉത്തരാക്ഷാംശം. ഇത് ഈ ചുമപ്പ കാണുന്നതാണ് ഭൂമധ്യരേഖ. ഇവിടെ നിന്ന് ഈ വടക്കോട്ടുള്ളത് ഉത്തര അക്ഷാംശമെന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശങ്ങളിനെ ഉത്തരാക്ഷാംശങ്ങളും തെക്കുള്ള അക്ഷാംശങ്ങളെ ദക്ഷിണാക്ഷാംശങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. തെക്കുള്ളതിനെ ദക്ഷിണാക്ഷാംശങ്ങൾ, വടക്കുള്ളത് ഉത്തര അക്ഷാംശങ്ങളെന്നും അറിയപ്പെടുന്നു. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേർരേഖ, ആ നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ടായിട്ട് കണക്കാക്കുന്നത്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ശരിക്കും ഒരു തണ്ട് അവിടെ ഇല്ല, അതൊരു സാങ്കല്പികമാണ്. സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രി ചെരിവുണ്ട്. ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രിയാണ് ചെരിവ്. അപ്പോൾ ലംബതലത്തിലെ ചെരിവ്, ലംബതലത്തിൽ 23.5 ഡിഗ്രി ചെരിവാണുള്ളത്. എന്നാൽ പരിക്രമണ തലത്തിൽ 66.5 ഡിഗ്രി ചെരിവുണ്ട്. 66.5 ഡിഗ്രി ചെരിവും ലംബതലത്തിൽ 23.5 ഡിഗ്രി ചെരിവും ആണുള്ളത്. നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ഈ നടുക്കിൽ കാണുന്നതാണ് ഭൂമധ്യരേഖ. നടുക്കിലുള്ളത് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശം, അതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശം. ഇനി അവിടെ നിന്ന് ഈ 23.5 ഡിഗ്രി വടക്ക്, 23.5 ഡിഗ്രി വടക്കുള്ളതാണ് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി വടക്കുള്ളത് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 66.5 ഡിഗ്രി വടക്കുള്ളത് ആർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി ആർട്ടിക് വൃത്തം. 90 ഡിഗ്രി ആണെങ്കിൽ അത് ഉത്തരധ്രുവം. ഉത്തരധ്രുവം. ഇനി തെക്കുള്ളത് 23.5 ഡിഗ്രി തെക്കുള്ളതിനെയാണ് ദക്ഷിണായന രേഖ എന്ന് പറയുന്നത്. ദക്ഷിണായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. പിന്നെ 66 ഡിഗ്രി തെക്കുള്ളതാണ് അന്റാർട്ടിക് വൃത്തം. അന്റാർട്ടിക് വൃത്തം. 90 ഡിഗ്രി തെക്കുള്ളതിനെയാണ് ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. ദക്ഷിണ ധ്രുവം. രേഖാംശ രേഖകൾ ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഇത് ഒരു ഭൂമിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് 90 ഡിഗ്രി വടക്ക്, അതാണ് ഉത്തര ധ്രുവം. ഇത് 90 ഡിഗ്രി സൗത്ത്, അത് ദക്ഷിണ ധ്രുവം. നമ്മൾ ഇവിടെ എന്താ പറയുക? ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമകേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് രേഖാംശ രേഖകൾ. ഇങ്ങനെ ഉത്തര ദക്ഷിണ ധ്രുവത്തിനെ ബന്ധിപ്പിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. ഒരേ വലുപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണ്. ഇതിന് എന്താ പറയുക? അറ്റത്തേക്ക് ചെല്ലുന്തോറും വലുപ്പം കുറയണമെന്നില്ല. എല്ലാ സ്ഥലത്തും ഒരേ വലുപ്പമാണ്.
ഒരേ വലുപ്പമുള്ള അർദ്ധവൃത്തങ്ങളാണ് രേഖാംശരേഖകൾ. രേഖാംശരേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. രേഖാംശരേഖകളെ അക്ഷാംശരേഖകളെ അടിസ്ഥാനമാക്കിയിട്ട് സ്ഥാനം നിർണ്ണയിക്കുന്നു. രേഖാംശരേഖകളെ അടിസ്ഥാനമാക്കിയിട്ട് സമയം നിർണ്ണയിക്കുന്നു. 0 ഡിഗ്രി രേഖാംശരേഖയും 180 ഡിഗ്രി രേഖാംശരേഖയും പ്രധാന രേഖാംശരേഖകളാണ് 0 ഡിഗ്രി രേഖാംശരേഖയും 180 ഡിഗ്രി രേഖാംശരേഖയും. 1 ഡിഗ്രി ഇടവിട്ട് ഇരുധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശരേഖകൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രേഖാംശരേഖ കിട്ടും? 360 ഡിഗ്രി 360 രേഖാംശരേഖകൾ കിട്ടും അല്ലേ? ഇതൊരു വൃത്താണ്. അർദ്ധവൃത്തം എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി ഉണ്ടാവാം. അപ്പോൾ ഇത് മൊത്തമാണെങ്കിൽ 360 ഡിഗ്രി ഉണ്ടാവും. അങ്ങനെ 1 ഡിഗ്രി ഗ്യാപ്പിൽ നമ്മൾ രേഖാംശരേഖകൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 360 രേഖാംശങ്ങൾ കിട്ടും. എന്താ 0 ഡിഗ്രി രേഖാംശരേഖയാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശരേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി ഈ രേഖ കടന്നു പോകുന്നതുകൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും ഇതറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശരേഖയെ നമ്മൾ വിളിക്കും പ്രൈം മെറിഡിയൻ. ഇനി അത് ലണ്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അതിനെ ഗ്രീനിച്ച് രേഖ എന്നും വിളിക്കുന്നുണ്ട്. ഗ്രീനിച്ച് എന്ന സ്ഥലത്തേക്ക് കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും അറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശരേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശരേഖ. ഇവിടെയാണ് 0 ഡിഗ്രി രേഖാംശരേഖ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ഭാഗത്താണ് 180 ഡിഗ്രി രേഖാംശരേഖ ഉണ്ടാവാം. 0 ഡിഗ്രി രേഖാംശയുടെ നേരെ എതിർവശത്തുള്ളതാണ് 180 ഡിഗ്രി. ഇതിനെ ആധാരമാക്കിയിട്ടാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയില്ല. അതെ, ഇതാണ് ദിനാങ്ക രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത് ഒരു നേർരേഖയില്ല. കാരണം അതൊരു സമുദ്രത്തിൽ കൂടെയാണ് വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു രാജ്യത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് തന്നെ 2 സമയങ്ങൾ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അത് കടലിലൂടെ വരച്ചിരിക്കുന്നത്. പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായി തരംതിരിക്കാം. പ്രൈം മെറിഡിയൻ അതായത് 0 ഡിഗ്രി രേഖാംശരേഖ, അതിനെ ആധാരമാക്കി പടിഞ്ഞാറേ അർദ്ധഗോളം, കിഴക്കൻ അർദ്ധഗോളം അങ്ങനെ തരംതിരിക്കാം. നേരത്തെ അക്ഷാംശരേഖയിലെ ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഉത്തരാർദ്ധഗോളവും വടക്കുള്ളത് ഉത്തരാർദ്ധഗോളവും തെക്കുള്ളത് ദക്ഷിണാർദ്ധഗോളവും. അതുപോലെ രേഖാംശരേഖയെ അടിസ്ഥാനമാക്കി 2 അർദ്ധഗോളങ്ങളാക്കുന്നു. ഇവിടെയുള്ളത് പടിഞ്ഞാറേ അർദ്ധഗോളം, ഇവിടെയുള്ളത് കിഴക്കേ അർദ്ധഗോളം. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങളെന്നും പടിഞ്ഞാറുള്ളവനെ പടിഞ്ഞാറൻ രേഖാംശങ്ങളെന്നും വിളിക്കുന്നു. ഈ 0 ഡിഗ്രി ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ 0 ഡിഗ്രിയുടെ കിഴക്ക് ഭാഗം ഇത്. കിഴക്ക് ഭാഗത്തുള്ളതിനെ 0 ഡിഗ്രി കിഴക്ക് ഭാഗത്തുള്ളതിനെ കിഴക്കൻ രേഖാംശം എന്നും ഗ്രീനിച്ചിൻ്റെ പടിഞ്ഞാറുള്ളതിനെ പടിഞ്ഞാറേ രേഖാംശം എന്നും വിളിക്കുന്നുണ്ട്. ഇനി പഠിക്കാൻ പോകുന്നതാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രക്ഷേപങ്ങൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന മേഖലയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. എന്താണ് ഭൂപടം? ഭൂപടം നമ്മളിങ്ങനെ ആയിരിക്കും, ഒരു പരന്ന പ്രതലത്തിലായിരിക്കും നമ്മൾ ഭൂപടം വരയ്ക്കുന്നത് അല്ലേ? പക്ഷെ നമ്മുടെ ഭൂമി എന്താണ്, ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. അതിനെ ഒരു പരന്ന പ്രതലത്തിലേക്ക് ആക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അപാകതകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഈ ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ അപാകതകളില്ലാണ്ട് പരന്ന പ്രതലത്തിലേക്ക് പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം. ഇതിനെ ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഭൂപ്രക്ഷേപങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ടതാണ് നമ്മുടെ ഭൂമി, ഉരുണ്ടതാണ്. ആ ഉരുണ്ടതിനെ ഒരു പരന്ന പ്രതലത്തിലേക്ക് അപാകതകളൊന്നുമില്ലാതെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? എന്താണ് അപാകതകളില്ലാണ്ട് ഉരുണ്ട ഭൂമിനെ
ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളിനെ അപാകതകളില്ലാണ്ട് പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തിയൊരു ഭൂപടം നിർമ്മിക്കാം, അതിന് വേണ്ടിയിട്ട് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്ന സങ്കേതമാണ് ഉപയോഗിക്കുന്നത്. ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതമാണ് ഉപയോഗിക്കുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപം. അപ്പം എന്താണ് ഭൂപ്രക്ഷേപം? അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്നതാണ് ഭൂപ്രക്ഷേപങ്ങൾ. ഈ അക്ഷാംശ രേഖാംശ അക്ഷാംശ രേഖകളെ പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായിട്ട് പകർത്താം. അതിനെയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശസ്രോതസ് സജ്ജീകരിച്ച അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിൽ മാറ്റി വരയ്ക്കുകയാണ് പരമ്പര രീതി. സാധാരണ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്ലോബിൻ്റെ ഉള്ളിൽ പ്രകാശം വെച്ചിട്ട് അപ്പോൾ ഈ അക്ഷാംശ രേഖാംശ ഇവിടെ കണ്ട പ്രതിഫലിപ്പിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരമ്പരാഗത രീതിയിൽ അങ്ങനെയാണ് വരയ്ക്കുന്നത്. പക്ഷേ ശാസ്ത്രീയമായിട്ട് വരയ്ക്കുന്നതിനാണ് രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇതെങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പറയണതാണ്. നിങ്ങൾ ഇതുപോലെ വായിച്ചു നോക്കിയാൽ മതി. ശരിക്കും പിള്ളേർക്കുള്ള ഭാഗങ്ങളാണ് അത്. പക്ഷേ ഈ പ്രകാശ സ്രോതസ്സിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ഭൂപ്രക്ഷേപം നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും. പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ 3 തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്, 3. അപ്പോൾ ഭൂപ്രക്ഷേപങ്ങളെ 3 തരംതിരിച്ചിട്ടുണ്ട്. സിലിണ്ടറിക്കൽ പ്രക്ഷേപം, ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം. സിലിണ്ടറിക്കൽ പ്രക്ഷേപം ആണ് നമ്മൾ നോക്കുന്നത്. സിലിണ്ടറിക്കൽ പ്രക്ഷേപം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യമായിട്ടുള്ളൊരു ഗ്ലോബിൽ പ്രകാശസ്രോതസ് സജ്ജീകരിക്കുന്നുണ്ട്. പ്രകാശസ്രോതസ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനാവരണം ചെയ്ത് സിലിണ്ടർ ആകൃതിയിലുള്ളൊരു പ്രതലം വെച്ചിരിക്കുന്നു. നമ്മുടെ സിലിണ്ടർ ആകൃതിയിൽ ഒരു പ്രതലം നമ്മൾ വെച്ചിരിക്കുന്നു. ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന ഈ സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നു. ഈ പ്രകാശം വയ്ക്കുമ്പോൾ അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ ഈ സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് വരുമല്ലോ ലൈറ്റ് കാരണം. അപ്പോൾ പ്രതലത്തിലേക്ക് നമ്മൾ അങ്ങനെ പകർത്തുന്നു. ഇതിനെയാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഗ്ലോബിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രകാശ സ്രോതസ് വെച്ചിട്ട് അതിൽ പുറത്ത് ഒരു സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ളൊരു പ്രതലം വയ്ക്കുന്നു. അതിലേക്ക് ഈ അക്ഷാംശ രേഖാംശ രേഖകളെ നമ്മൾ പകർത്തുന്നു. എന്നിട്ട് അതിനെ പരത്തി ഒരു പരന്ന പ്രതലത്തിൽ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഭൂതല സവിശേഷത പരത്തി നിർമ്മിച്ച് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കുന്ന ഭാഗം ഭൂമധ്യരേഖയാണ്. അതാണ് നല്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതും ഭൂമധ്യരേഖയാണ്. ഇവിടേക്കായിട്ടാണ് ഭൂമധ്യരേഖ വരുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായിട്ട് ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്താം. അപ്പോൾ സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബിൻ്റെ ഉള്ളിൽ പ്രകാശസ്രോതസ് വെച്ചു, പുറത്തൊരു സിലിണ്ടറിക്കൽ വെച്ചു. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൂടുതൽ ഉപയോഗിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഈ സിലിണ്ടറിക്കൽ പ്രക്ഷേപമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പ്രക്ഷേപമാണ് ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത്. ശീർഷതല പ്രക്ഷേപം. ഓക്കെ, അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലോബ് എടുക്കുന്നു, അതിൻ്റെ നടുക്കിലായിട്ട് ഒരു പ്രകാശ സ്രോതസ് വയ്ക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പരന്ന പ്രതലം, മറ്റിടത്ത് ഗ്ലോബിൻ്റെ ചുറ്റുമായിട്ട് നമ്മളൊരു സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ളൊരു പ്രതലമാണ് വെച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഗ്ലോബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പരന്ന പ്രതലം വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ മുകൾ ഭാഗത്തായിട്ട് ഒരു പരന്ന പ്രതലം വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഈ ഭാഗത്തെ അക്ഷാംശ രേഖാംശ രേഖകളായിരിക്കും കൂടുതലും ഈ പ്രതലത്തിൽ തെളിയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ സുതാര്യമായ ഗ്ലോബിൻ്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും മുകൾ ഭാഗത്ത് പരന്ന പ്രതലവും വെച്ചു. എന്നിട്ട് ഈ പ്രകാശ സ്രോതസ് തെളിക്കുമ്പോൾ മുകളിൽ വെച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക തെളിയുന്നു. ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിൽ തയ്യാറാക്കുന്നു. പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, ഗ്ലോബിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ സാധാരണ പ്രകാശം വെച്ചു. എന്നാൽ ഇവിടെ ഗ്ലോബിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു പരന്ന പ്രതലം വയ്ക്കുന്നു. അപ്പോൾ നമുക്ക്
ദേ നമ്മുടെ ഗ്ലോബ്, ഇതാണ് നമ്മുടെ ധ്രുവപ്രദേശം. ഈ ഭാഗത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയായിരിക്കും പരന്ന പ്രതലത്തിൽ കൂടുതലും വരുന്നത്. അങ്ങനെ ചിത്രീകരിക്കുന്നതിനാണ് ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിലെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ഈ ശീർഷതലത്തിലേക്ക് വരുമ്പോൾ അത് ധ്രുവ പ്രദേശങ്ങളെ ചിത്രീകരിക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഇങ്ങനെയായിരിക്കും ഭൂപടം നമുക്ക് കിട്ടുന്നത്. ഇതായിരിക്കും നമ്മുടെ ധ്രുവം. അപ്പോൾ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ചിട്ട് ധ്രുവപ്രദേശം, ശീർഷതലത്തിൽ ധ്രുവപ്രദേശം, സിലിണ്ടറിക്കലിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളായിരിക്കും കൂടുതലും കിട്ടുന്നത്. പിന്നെ വരുന്നതാണ് കോണിക്കൽ പ്രക്ഷേപം. കോണിക്കൽ പ്രക്ഷേപത്തിൽ എന്താണ്? വളരെ സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിൽ എന്താണ് പറഞ്ഞത്? സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പ്രതലം വയ്ക്കുന്നത്. അപ്പോൾ കോണിക്കലിൽ എന്താണ്? കോണാകൃതിയിലുള്ള പ്രതലത്തിലെ അക്ഷാംശ രേഖാംശരേഖകളുടെ ജാലികയാണ് പകർത്തി വരയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. ഇത് അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ രേഖാംശ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഇത്? മധ്യ അക്ഷാംശ രേഖാ പ്രദേശത്തെ ചിത്രീകരിക്കാനാണ് കോണിക്കൽ പ്രക്ഷേപം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. കോണാകൃതിയിലുള്ള ഒരു പ്രതലം വെച്ച് ചിത്രീകരിക്കുന്നു, ഈ ഭാഗം ചിത്രീകരിക്കുന്നു, കോണിക്കൽ ആകൃതിയിൽ കിട്ടുന്നു. മധ്യ അക്ഷാംശ രേഖാ പ്രദേശം ചിത്രീകരിക്കാൻ കോണിക്കൽ പ്രക്ഷേപം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ്? 3 തരം ഭൂപ്രക്ഷേപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? സിലിണ്ടറിക്കൽ, കോണിക്കൽ, ശീർഷതലം. നമ്മൾ വീണ്ടും അതൊക്കെ പറയും. നമുക്ക് ഒന്നും കൂടി ഈ ചാപ്റ്റർ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മളെപ്പോഴും ഈ ഇംഗ്ലീഷ് നോക്കാണ്ട് ഭൂവിവരവ്യവസ്ഥ മാത്രം നോക്കിയിട്ട് പോകും. അപ്പോൾ നമ്മുടെ സൈക്കോപിഎസ് എന്ത് ചെയ്യും? GIS ഫുൾ ഫോം ചോദിക്കും. എന്നിട്ട് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ജിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അത് നമ്മൾ കൊണ്ടുപോയിട്ട് ജിയോളജിക്കൽ അടിക്കും, നമ്മൾ ഉത്തരം തെറ്റും. അതിന് പകരം ഇവിടെ തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുക, വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും അവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടം, ഗ്രാഫ്, പട്ടിക മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുക, അത് വിശകലനം ചെയ്യുക, സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഭൂപടം, ഗ്രാഫ്, പട്ടിക അങ്ങനെയുള്ള രൂപങ്ങളായിട്ട് ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലേക്ക് അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്തകൾ തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതികത. അപ്പോൾ GIS എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഭൂപട നിർമ്മാണത്തിന് GIS ഉപയോഗിക്കും. വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം, അവിടെയെല്ലാം GIS ഉപയോഗിക്കുന്നുണ്ട്. അടുത്താണ് പ്രകൃതിത്വവും മനുഷ്യനിർമ്മിതമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, വനം, കൃഷിസ്ഥലം, തരിശുഭൂമി, ഗ്രാമം, പട്ടണം, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞു. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളിൽ ശരിയായ ഭൂപട വായന അനിവാര്യമാണ്. ഭൂപട വായനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത് അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മുടെ ചോദ്യങ്ങളിലൊന്നും ഇതൊന്നും വരില്ല. പക്ഷെ എന്താ? GIS വരും. GIS എന്തിനൊക്കെ ഉപയോഗിക്കണേ എന്നുള്ളതും വരും. ഓക്കെ, അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയുള്ള ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടെ നോക്കാം. ഗ്ലോബിൽ നിന്നും ഭൂപടത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് വരികളാണ് പഠിച്ചത്. സൂര്യനിൽ നിന്നൊരു ചുടുത്തീ കുടമായി ശൂന്യാകാശ സരസിൽ
വീണ് തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി എന്ന് പറയുന്ന ഈ വരികൾ ആരുടേതാണ്? ഭൂമി സനതയാണ് എന്ന് പറയുന്ന കൃതിയിലെ വയലാർ രാമവർമ്മയുടെ വരികളാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ സ്വയം വായിച്ച് നോക്കിയാൽ മതി. അത് ആ വരിയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയണതോ അതൊന്നും നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരാൻ ചാൻസ് ഇല്ല. പിന്നെയാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ആഘോഷഗോളം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. വേറെ എവിടെയും ജീവൻ കണ്ടെത്തിയതായിട്ട് നമ്മൾ പറയുന്നില്ല. ഓക്കെ, പിന്നെ ഭൂമിയുടെ ആകൃതി പറഞ്ഞു, അതാണ് ജിയോയിഡ്. അത് എന്താണ്? ധ്രുവങ്ങളിൽ അല്പം പരന്നിട്ട് മധ്യഭാഗം കുറച്ച് വീർത്തിട്ടുള്ള ഒരു ഷേപ്പിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബിൻ്റെ ഇമ്പോർട്ടൻസ് അതെന്തിനാ? ഭൗമോപരിതല സവിശേഷത മനസ്സിലാക്കാനും സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഗ്ലോബ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്ലോബിൽ നെടുകയും കുറുകയുമായിട്ട് എന്താ പറയുക വരകളുണ്ട്. ഈ നെടുകയുള്ളതിനാണ് രേഖാംശം എന്ന് പറയുന്നത്, കുറുകയുള്ളതിനാണ് അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. പിന്നെ അക്ഷാംശരേഖകൾ ഭൂമിയുടെ കേന്ദ്രത്തിനെ ആധാരമാക്കിയിട്ട് ഇരുവശത്തും ഒരേ കോണീയ അകലത്തിൽ 30 ഡിഗ്രി അങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് ഭൂമധ്യരേഖകൾ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടാണ് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശരേഖകൾ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭൂമധ്യരേഖയാണ് അക്ഷാംശരേഖ. 0 ഡിഗ്രി അക്ഷാംശവൃത്തം ഭൂമധ്യരേഖയാണ്, അതാണ് ഏറ്റവും വലിപ്പം. പിന്നെ അത് മുകളിലോട്ട് പോകും തോറും നമ്മുടെ അക്ഷാംശരേഖയുടെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ രേഖാംശരേഖയ്ക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഭൂമധ്യരേഖയിൽ എന്താ പറയുക വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഭൂമധ്യരേഖയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് വടക്കോട്ടുള്ളത് ഉത്തരാർദ്ധഗോളവും തെക്കോട്ടുള്ളത് ദക്ഷിണാർദ്ധഗോളമായിട്ട് തിരിക്കുന്നു. പിന്നെ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്നവരും വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ 90 ഡിഗ്രി വടക്ക് തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നത് കാണാം. അപ്പോൾ 90 ഡിഗ്രി വടക്ക് ഉള്ളതിനെ ഉത്തരധ്രുവം എന്ന് പറയുന്നു, തെക്കുള്ളതിനെ ദക്ഷിണധ്രുവമെന്നും പറയുന്നു. അപ്പോൾ ഈ ഭൂമധ്യരേഖയ്ക്ക് വടക്കോട്ടുള്ള ഈ അക്ഷാംശങ്ങളെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അങ്ങനെയുള്ള അക്ഷാംശങ്ങളെയൊക്കെ ഉത്തരാക്ഷാംശം എന്ന് പറയും. തെക്കോട്ടുള്ള അക്ഷാംശങ്ങളെ ദക്ഷിണ അക്ഷാംശമെന്നും പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു സാങ്കല്പിക അച്ചുതണ്ട് കടന്നു പോകുന്നുണ്ട്, അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചിത്രം പറഞ്ഞു. 0 ഡിഗ്രി ഭൂമധ്യരേഖ, 23.5 ഡിഗ്രി ഉത്തരായനരേഖ, 66 ഡിഗ്രി ആർട്ടിക് വൃത്തം, 90 ഡിഗ്രി ഉത്തരധ്രുവം. ഇനി ഇങ്ങോട്ട് തെക്കോട്ട് നോക്കുകയാണെങ്കിൽ 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായനരേഖ, 66 ഡിഗ്രി അന്റാർട്ടിക്, 90 ഡിഗ്രി ദക്ഷിണധ്രുവം. ലംബതലത്തിൽ ചെരിവ് 23.5 ഡിഗ്രി ആണെങ്കിൽ പരിക്രമണ തലത്തിൽ ചെരിവ് 66.5 ഡിഗ്രിയാണ്. പിന്നെയാണ് രേഖാംശ രേഖകൾ. അത് ഭൂകേന്ദ്രത്തിനെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിനെ ഉത്തരധ്രുവം ദക്ഷിണധ്രുവം ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അർദ്ധവൃത്തങ്ങളാണ്, ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണ് രേഖാംശ രേഖകൾ. 1 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ ഓരോ രേഖാംശം വരയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ 360 ഡിഗ്രി രേഖാംശങ്ങൾ നമുക്ക് കിട്ടും. പ്രധാന രേഖാംശ രേഖകൾ 0 ഡിഗ്രിയും 180 ഡിഗ്രിയുമാണ്. ഇതിൽ 0 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 180 ഡിഗ്രി വരിക. പിന്നെ 0 ഡിഗ്രി എന്ന് പറയുന്നത് പ്രൈം മെറിഡിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ലണ്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടെ ഈ 0 ഡിഗ്രി കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അതിനെ ഗ്രീനിച്ച് രേഖ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ എതിർവശത്തുള്ളതിനെയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത്. അതിനെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. എന്നാൽ അത് നേർരേഖയല്ല എന്നും നമ്മൾ പഠിച്ചു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ നേർരേഖയല്ല, അത് വളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു, രേഖാംശ രേഖ നോക്കിയിട്ടാണ് സമയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ സമയം നിർണ്ണയിക്കാൻ എളുപ്പത്തിന് ഒരു രാജ്യത്തിൽ കൂടെ തന്നെ ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ദിവസമായിരിക്കും, ഇവിടെ വേറൊരു ദിവസമായിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടി ഇത് സമുദ്രത്തിൽ കൂടെ വളച്ചിട്ടാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. പിന്നെ പ്രൈം മെറിഡിയനെ ആധാരമാക്കിയിട്ട് 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിച്ചു. അത് പടിഞ്ഞാറുള്ളത് പടിഞ്ഞാറ് അർദ്ധഗോളം, കിഴക്കുള്ളത് ഗ്രീനിച്ച് രേഖയുടെ കിഴക്കുള്ളത് കിഴക്കൻ അർദ്ധഗോളം. പിന്നെ ഇവിടെ ഒരു ഗ്രാറ്റിക്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ?
അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികേനെയാണ് ഗ്രാറ്റിക്യൂൾ എന്ന് വിളിക്കുന്നത്. ഭൂപടങ്ങളുടെ അറ്റ്ലസിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും. ഇതാണ് ജാലിക. രേഖാംശ രേഖ, ഇതാണ് അക്ഷാംശ രേഖ. നമ്മൾ ജാലികയായിട്ട് വരയ്ക്കുന്നതിനാണ് ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഭൂപ്രക്ഷേപങ്ങൾ. അത് ഉരുണ്ട ഭൂമിയെ ഒരു പരന്ന പ്രതലത്തിലേക്ക് വരയ്ക്കുന്ന ഒരു സങ്കേതമാണ് ഭൂപ്രക്ഷേപം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? 3 തരത്തിലുണ്ട്. സിലിണ്ടറിക്കലുണ്ട്, ശീർഷതലമുണ്ട്, കോണിക്കലുണ്ട്. സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബിന് ചുറ്റും സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ഒരു പ്രതലം വെച്ചിട്ട് അത് ജാലികേനെ പകർത്തുന്ന രീതിയാണ്. ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയായിരുന്ന ചിത്രീകരണത്തിനാണ് സിലിണ്ടറിക്കൽ ഭൂപ്രക്ഷേപം ഉപയോഗിക്കുന്നത്. എന്നാൽ ശീർഷതലം എന്തിനും ഉപയോഗിക്കുന്നത് വെച്ചാൽ ധ്രുവ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് ശീർഷതലം ഉപയോഗിക്കുന്നത്. കോണിക്കൽ മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് കോണിക്കൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ GIS നമ്മൾ പറഞ്ഞു, അതെന്തിനും ഉപയോഗിക്കുന്നത് ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം, അതിനൊക്കെയാണ് GIS ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.